ഉണ്ടാക്കുന്നത് ചിക്കൻ ചട്ടി ബിരിയാണിയാണ്. ഈ ചട്ടി ബിരിയാണി ഉണ്ടാക്കുന്നത് മെയിനായിട്ട് ഒരു 3-4 ആൾക്ക് നല്ല ദമ്മായിട്ടുള്ള ഒരു ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദമ്മും അതിൻ്റെ ഒരു ടേസ്റ്റും വേറെയായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇന്ന് ചട്ടി ബിരിയാണി, ചിക്കൻ ചട്ടി ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടുന്നത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അരി വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ബസ്മതി അരി എടുക്കാം, വയനാടൻ കൈമ എടുക്കാം. ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കുക. അതൊരു സൈഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ അകത്ത് കുറച്ച് തൈരും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ നേരത്തേക്ക്. കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കാം. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ്. എത്ര നേരം വെക്കുന്നതിൻ്റെ ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മുടെ അരി കുതിർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, ഒരു കഷ്ണം ചെറുനാരങ്ങ, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, തക്കാളി, പുതിന, മല്ലിച്ചപ്പ്, പിന്നെ കുക്കിംഗ് ഓയിൽ, നെയ്യ്, ഉപ്പ്, പനിനീർ. പിന്നെ മസാലകൾ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാല 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി. ഉള്ളി ഇതേപോലെ സ്ലൈസ് ആക്കുക. അല്ലോ ആദ്യം തന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ഗ്ലാസ് അരിയാണ് എടുത്തിന് 4 ഗ്ലാസ് വെള്ളം. 4 ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല, 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് ഈ സാധനങ്ങൾ ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 സ്പൂണ് നെയ്യ് ചേർക്കുക. തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് കൊടുക്കുക. നമ്മൾ അരി ഇതിലേക്ക് ഇടുക. കഴുകി ഉണക്കി വെച്ച അരി എടുത്തിട്ട് ഫ്ലെയിം വളരെ കുറച്ചിട്ട് അടച്ചു വെക്കണം. തക്കാളി നമുക്ക് സ്ലൈസ് ആക്കണം. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതേപോലെ നല്ലോണം ചതച്ചെടുക്കണം. വെള്ളം ഇതും ലെവലായി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുനാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കണം. ചോറ് എന്തായി നമുക്ക് നോക്കാം. ചോറിൻ്റെ അകത്ത് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ചോറ് പോകാനായിട്ടുണ്ട്. ഇത്ര വന്നാൽ മതി. നമുക്ക് തീ ഓഫാക്കാം. അടച്ചു വെച്ചിട്ട് അവിടെ തുറക്കല് അടച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം അതിൻ്റെ അകത്ത് ആവിയിൽ വേവണം. ചോറ് നമുക്ക് നോക്കാം എന്തായി എന്നുള്ളത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ചോറ്. ചിക്കൻ ഉണ്ടാക്കാം നമുക്ക്. പാത്രം ചൂടായത് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇത് ചേർക്കാം. നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടേബിൾ സ്പൂണ്, കുരുമുളക്, ചിക്കൻ ഇതിലേക്ക് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ചെറിയ തീയിൽ നമുക്ക് നോക്കാം. നല്ല വെള്ളം നല്ലോണം വന്നിട്ടുണ്ട്. പുതിന എടുത്ത് വെച്ച് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുക്കണം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടോപ്പിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് വെച്ചത് ചൂടായിട്ടുണ്ട്. ആദ്യം അണ്ടിപ്പരിപ്പ് കുറച്ച് ഉള്ളി, കുറച്ച് നെയ്യ് എടുത്തിട്ട് ചട്ടിയിൽ വയ്ക്കുക. അതേപോലെ തേച്ച് പിടിപ്പിക്കുക ചട്ടീൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ചട്ടിയിലേക്ക് ചിക്കൻ ഒഴിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചോറ് ഇടുക. കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് പനിനീര് കൊടുക്കുക. കുറച്ച് നെയ്യ്, കുറച്ച് മല്ലിച്ചപ്പ്. ഇനി നമ്മൾ രണ്ടാമതും ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. വീണ്ടും നമ്മൾ ചോറെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടും. കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കും. പനീര്, കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കും. അടച്ചു വെച്ച് ചെറിയ ചൂടിൽ ചട്ടി മൊത്തം ചൂടായിട്ട് ആ ഗുമ്മിലൊന്ന് വേവണത്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരും. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ചട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദമ്മിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3-4 ആൾക്ക് വേണ്ടിയിട്ട് ദമ്മിട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രത്യേക ഒരു രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കും, നമ്മൾ അതിൻ്റെ രുചി മനസ്സിലാവും. അപ്പോൾ അടുത്ത ദിവസം വേറെ ഒന്നായിട്ട് നമുക്ക് ഇന്നും വരാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വറ്റും വെള്ളം സബ്സ്ക്രൈബ് ചെയ്യാം.